ഈ വീഡിയോ കണ്ട ശേഷമാണ് നിങ്ങൾ പറയേണ്ടത് ഈ ഇന്ത്യ അമേരിക്ക ടാരിഫ്, ഇന്ത്യ അമേരിക്ക റഷ്യൻ ക്രൂഡ്, ഇന്ത്യ അമേരിക്ക H1B1, ഇന്ത്യ അമേരിക്ക അതേപോലെ തന്നെ മൂവീസിൻ്റെ പോലുള്ള ടാരിഫ് റെസ്ട്രിക്ഷൻ. അപ്പം ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എവിടെയാണ് പലതും നമുക്ക് അമേരിക്കയായിട്ട് പൊരുത്തപ്പെട്ട് യോജിക്കാൻ പറ്റാത്ത പല ഫീൽഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് RSS, രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, അതേപോലെ സ്വദേശി ജാഗരൺ മഞ്ച്, അതേപോലെ RSSൻ്റെ പല ഐഡിയോളജി, ഇവരൊക്കെ ശക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അമേരിക്കൻ ഫാം പ്രോഡക്ട്സ്, അതായത് ഡയറി പ്രോഡക്ട്സും അത് അഗ്രികൾച്ചർ പ്രോഡക്ട്സും ഇന്ത്യയിൽ എൻട്രി കൊടുക്കരുത്. എനിക്കറിയത്തില്ല കേരളത്തിലുള്ള എത്ര പേർക്ക് ഈ അമേരിക്കൻ ഫാം പ്രോഡക്ട്സിനെ പറ്റി അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഡൽഹിയിലൊക്കെ അമേരിക്കൻ ഫാം പ്രോഡക്റ്റ് പല കടകളിലും ഉണ്ട്. പക്ഷെ അതിന് ഭയങ്കര വിലയാണ്. ഇപ്പം 2 ലിറ്റർ 3 ലിറ്റർ പാലും അങ്ങനെയുള്ള ചീസിനും ആ സാധനത്തിനൊക്കെ വിലയെന്ന് പറയുന്നത് ഏകദേശം 600-700 രൂപയൊക്കെയാണ്. കാരണം അതുകൊണ്ട് ആൾക്കാർ ഈ ശരിക്കും പണമുള്ള ഒരു എലീറ്റ് ഗ്രൂപ്പുകളാണ് അത് വാങ്ങുന്നത്. അല്ല ഇന്ത്യയിലെ സാധാരണക്കാരും മിഡിൽ ക്ലാസ്സിനും ഈ അപ്പർ മിഡിൽ ക്ലാസ്സിന് അതിൻ്റെ മുകളിലുള്ള ആൾക്കാരെ വളരെ റയറായിട്ട് ഈ സാധനവും മീറ്റും ഒക്കെ ഇപ്പോഴും അവൈലബിൾ ഉണ്ട്. പല ഈ ഡൽഹിയിലുള്ള പല സ്റ്റോറിലും ഉണ്ട്, ബോംബെയിലുണ്ട്, ഇവിടെയൊക്കെ അവൈലബിൾ ഉണ്ട്. അവിടെ നിന്നൊക്കെ ഇത് വാങ്ങും, ഭയങ്കര വിലയാണ്. പക്ഷെ അറിയാൻ സാധിച്ചത് ഫിനാൻഷ്യൽ ടൈംസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ എക്കണോമിക് ഡെയിലി അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനുള്ള ഒഫീഷ്യൽസിനെ കോട്ട് ചെയ്യാതെ, അതേപോലെ തന്നെ ഈ നെഗോഷിയേറ്റ് ചെയ്യാൻ പോയ ടീമിലുള്ള ആൾക്കാരെ കോട്ട് ചെയ്യാതെ കാര്യങ്ങൾ പറയുന്നുണ്ട്. RSSൻ്റെയും അതേപോലെ സ്വദേശി ജാഗരൺ മഞ്ചും അതേപോലെ റൈറ്റ് വിങ് പൊളിറ്റിക്സിലായ ഐഡിയോളോഗ് ഇന്ത്യയുടെ ആ സംഭവം, സ്വദേശി പറഞ്ഞ സംഭവം, ഇതിൻ്റെ പ്രപ്പോസലും മുഴുവനും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തള്ളി. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ പ്രധാനമന്ത്രി RSSൻ്റെ 100ാം വാർഷികത്തിന് പോകുന്നു, RSSനെ പുകഴ്ത്തി പറയുന്നു. ഇതെല്ലാം ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരുന്നു. അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യയിൽ പറ്റില്ല. അതേപോലെ റഷ്യയിൽ നിന്നുള്ള കൂടെ അമേരിക്ക പറഞ്ഞിട്ടത് കട്ട് ചെയ്യരുത്. ഇവരൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. അപ്പം അതിൻ്റെ പേരിലാണ് മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഗോദി മീഡിയ, അതായത് അർണബ് ഗോസ്വാമി ആണെങ്കിലും ഇന്ത്യ ടുഡേ ആണെങ്കിലും മറ്റു പലരും ഇതെടുത്തിട്ടങ്ങ് വിളച്ചത്. ഇത് കേട്ടത് കേരളത്തിലെ സാറ്റലൈറ്റ് ചാനലും ചില യൂട്യൂബേഴ്സും വെച്ചങ്ങ് വിളക്കി. അപ്പോഴും ഞാൻ പറഞ്ഞു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻഡ് ഓഫ് ദി ഡേ ഇന്ത്യയുടെ പൊട്ടൻഷ്യലായിട്ടുള്ള ഗ്രോത്തും ഇവിടുത്തെ ട്രേഡും ഇവിടുത്തെ എക്സ്പോർട്ടും ഇതിനെയൊക്കെ മാറ്റർ ചെയ്തിട്ടേ അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ, ഇതിനൊക്കെ ഈ ഹൈപ്പർ നാഷണലിസം, ഹൈപ്പർ സംഭവങ്ങളൊക്കെ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. പിന്നീട് ഇവിടെ പറയുന്നു ഡിജിറ്റൽ ടാക്സ് ഏർപ്പെടുത്തണം അമേരിക്കൻ കമ്പനി. ഞാൻ പറഞ്ഞു ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല, അവൻ തിരിച്ചിങ്ങോട്ട് തരും. മനസ്സിലാക്കേണ്ടതുണ്ട്, റഷ്യൻ ക്രൂഡുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രൊവോക്കേറ്റീവായിട്ട് ചില അഡ്മിനിസ്ട്രേഷൻ, ചില ഒഫീഷ്യൽസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ എടുത്തു വിട്ട സംഭവമാണ് H1B വിസ. H1B വിസയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം എത്ര പാരിക്കായിരുന്നു ഇന്ത്യൻ സിറ്റികളിലെ കാരണം ഇന്ത്യയുടെ സിറ്റികളിലുള്ള ആൾക്കാരാണ് കൂടുതലും H1Bയും അമേരിക്കയിലൊക്കെ പോയി ജോലി ചെയ്ത് പല ആൾക്കാർ. ഗ്രാമങ്ങളിൽ ഇതല്ല. അപ്പം അവിടെ സിറ്റികളിൽ മുഴുവനും പാനിക്കായി. ഈ പറയുന്ന പഞ്ചാബി കമ്മ്യൂണിറ്റിയും മലയാളിയും കന്നഡയും ഈ ഗുജറാത്തി കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ആയിട്ടൊക്കെ പാനിക്കായി. വലിയ ഇഷ്യൂ ആയി. കാരണം ഏറ്റവും കൂടുതൽ BJPക്ക് വോട്ട് കിട്ടുന്നത് അവിടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റികളാണ്, ഇന്ത്യൻ ഗ്രാമങ്ങൾ. പിന്നീടാണ് അങ്ങോട്ട് എൻട്രി പോകുന്നത്. അവിടെയും പാനിക്കായി. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പെട്ടെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇത്രയും ധരിച്ചില്ല. ഈ പറയുന്ന പ്യൂണിറ്റീവ് റഷ്യൻ ക്രൂഡിൻ്റെ ടാരിഫും അതേപോലെ അമേരിക്കൻ ടാരിഫുമായി ബന്ധപ്പെട്ട് ട്രംപ് ഇത്രമാത്രം എക്സ്ട്രീമായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അതതിൻ്റെ കാര്യം. കാരണം അത് പെട്ടെന്ന് ഒരു അമ്പമാക്കുന്നു. റഷ്യൻ ക്രൂഡുമായിട്ട് മറ്റു പല കാര്യത്തിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നു. ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രി, അതായത് മലയാളം, തെലുങ്കാണ്, ഹിന്ദി ആണെങ്കിലും ഇതൊക്കെ അവിടെ പോയില്ല എങ്കിൽ 40%, 100% അഡീഷണൽ സംഭവം വന്നു കഴിഞ്ഞാൽ 40% അവരുടെ ലാഭം ഇല്ലാതായി പോയി. അതായത് മുഴുവനും മൂവി ഇൻഡസ്ട്രി ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ മാത്രവും, അതേപോലെ തന്നെ ഇന്ത്യ പോയിട്ട് അവർക്കെതിരെ ഡിജിറ്റൽ ടാരിഫ് ആണെങ്കിൽ അവിടുത്തെ കമ്പനികൾ ഇന്ത്യക്കെതിരെ ഡിജിറ്റൽ ടാരിഫ് കൊണ്ടുവരും.
കാരണം നെറ്റ്ഫ്ലിക്സ്, ആമസോൺ ഇങ്ങനെയുള്ള സാധനങ്ങൾ അമേരിക്കയിലും മറ്റുള്ള രാജ്യങ്ങളിൽ പറ്റത്തില്ല അവരൊക്കെ പറഞ്ഞ ആളായിരുന്നു. ഇതൊന്നും നോക്കാതെയാണ് പല റിട്ടയർഡ് ആയിട്ടുള്ള ഫിനാൻസ് മിനിസ്റ്ററിലെ ഒഫീഷ്യൽസ് ഒക്കെ പറയുന്നത് റിട്ടാലിയേറ്ററി ടാരിഫ് വേണം, ഇന്ത്യക്ക് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റും. നമ്മൾ എത്രമാത്രം അത് കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഈ പറയുന്ന 50% വെച്ച് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. എന്താണ് മിൻറ്റ് എന്ന് പറഞ്ഞ് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ എക്കണോമിക് ഡെയിലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നവംബർ ലാസ്റ്റോടുകൂടി ഇത് അനൗൺസ് ചെയ്യും. ചിലപ്പോൾ ഏഷ്യൻ സമ്മിറ്റ് നടക്കാൻ വരാനുള്ള ആഴ്ചയിൽ മലേഷ്യ വെച്ച് കൊലാലംപൂരിൽ ചിലപ്പോൾ അവിടെ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി അനൗൺസ് ചെയ്യും. കാരണം ഇന്ത്യൻ ഗോദി മീഡിയ മുഴുവനും പെട്ടുപോയി. എന്ത് ചെയ്യും? ഓരോ റിപ്പോർട്ടുകൾ ഗ്ലോബൽ മീഡിയ ഇന്ത്യയിലെ ചില എക്കണോമിക് ഡെയിലീസും പുറത്തു വിട്ടാൻ തുടങ്ങി. കാരണം ലീക്കല്ല, ആൾക്കാർ സോഴ്സ് കോട്ട് ചെയ്താണ്, എക്സാക്ട് റിപ്പോർട്ടാണ് അവർ ചെയ്ത്. റിലയൻസ് കുറച്ചു. അതായത് ഈ ട്രംപ് 4-5 പ്രാവശ്യം പറഞ്ഞ്, അതായത് ഇന്ത്യ കുറയ്ക്കാം, ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുണ്ട്, ഫോണിൽ സംസാരിച്ചു. ഇന്ത്യയുടെ വിദേശകാര്യ സ്പോക്സ് പേഴ്സൺ അയാൾക്കറിയത്തില്ല സംസാരിച്ച കാര്യം. ഇപ്പോൾ ഫ്ലാഷ് ആയല്ലോ, പബ്ലിക്കായിട്ട് ട്രംപ് പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി ദീപാവലി വിഷ് ചെയ്തു, അതേപോലെ തന്നെ ഓവൽ ഓഫീസിൽ ദീപാവലി സെലിബ്രേറ്റ് ചെയ്തു, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചു. ഇനി റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങത്തില്ല. ഇതേ ഞാൻ പറഞ്ഞോളൂ. ഇതിന് നിങ്ങൾ ചില ആൾക്കാരും മരമണ്ടന്മാർ, പൊട്ടന്മാർ ചാണകം തലയും വെച്ചോണ്ട് എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ ജോലിയാണിത്, സത്യം നിങ്ങളെ അറിയിക്കുക. അല്ലാതെ എനിക്ക് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് യാതൊരു ആവശ്യവുമില്ല. തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ജേർണലിസത്തിലെ ഏറ്റവും വലിയ തെറ്റ്. ഏറ്റവും വലിയ തെറ്റാണ്. കാരണം ജനാധിപത്യ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ അതേപോലെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് അറിയിക്കണം. ഇത് ആവശ്യമാണ് ബേസിക്കലി. ഇതിനകത്ത് ചില കാര്യങ്ങൾ ടാരിഫ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ എക്സ്പെക്ട്സിൽ വന്നതിൻ്റെ അകത്ത് ചില കാര്യത്തിൽ എനിക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഫാം സെക്ടറിലോട്ട് അമേരിക്കൻ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് ഇവിടെ. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൂടുതൽ ഇന്ത്യൻ ഫാർമേഴ്സിന് സബ്സിഡി കൂടുതൽ കൊടുക്കണം. ഇപ്പം അതിൻ്റെ അകത്ത് സോയാ മീൽസും മെയ്സും മറ്റുള്ള 5-6 പ്രോഡക്റ്റും ഡയറി പ്രോഡക്റ്റും ഇപ്പം ഇന്ത്യയിലോട്ട് വരുമെന്നാണ് പറയുന്നത്, MSME സെക്ടറും. അപ്പോൾ അവിടെയും ഈ മെഡിക്കൽ ഡിവൈസും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇന്ത്യയിലോട്ട് വരാൻ പോവുക. അതായത് ട്രേഡ് ഇംബാലൻസ് കുറയ്ക്കും. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, റഷ്യ എന്ന് ക്രൂഡിൻ്റെ കാര്യം കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്യും. വളരെ ചെറിയ രീതിയിൽ മാത്രമേ വാങ്ങത്തുള്ളൂ, പഴയ രീതി വാങ്ങത്തില്ല. അതായത് ഇപ്പം നിലനിൽക്കുന്ന രീതി വാങ്ങുന്നത് കംപ്ലീറ്റ് കട്ട് ഡൗൺ ചെയ്യാൻ പോവുക. കാരണം ഇന്ത്യയുടെ ആഗ്രഹമാണ് വാർ നിൽക്കണം. അമേരിക്കയുടെ മാത്രമല്ല, ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകുന്ന രാജ്യങ്ങൾക്ക് എല്ലാം താല്പര്യമുണ്ട്. കാരണം ആ വാർ നിൽക്കുവാണെങ്കിൽ ഇന്ത്യൻ എക്കോണമി ബൂം ചെയ്യും. ഇത് മൾട്ടിപ്പിൾ ഇഷ്യൂസാണ്. ഇതിനകത്ത് ട്രംപിനെ പ്രൊവോക്ക് ചെയ്തപ്പോഴാണ് H1B വിസയും സിനിമ അത് ഇത് ഇന്ത്യൻ റെസ്ട്രിക്ഷൻസ് എല്ലാം കൂടെ കയറി വന്നത്. വന്നു കഴിയുമ്പോൾ ഇന്ത്യയിലല്ലേ പാനിക്കാവുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഇത്ര രീതിയിൽ ഇത് പ്യൂണിറ്റീവ് ടാരിഫും അമേരിക്കൻ ട്രേഡ് ടാരിഫ് ഇത്രമാത്രം വേഴ്സ്റ്റായിട്ട് പോകുമെന്ന് വിചാരിച്ചില്ല. അതിൻ്റെ റിഫ്ലക്ഷനിലാണ് ഈ പറയുന്ന RSSൻ്റെ പല റെക്കമെൻഡേഷൻസും വളരെ സ്ട്രോങ് ആയിട്ട് അവർ പറഞ്ഞിരുന്നത് പല ഫീൽഡിലും. അതെല്ലാം ഗവൺമെൻറ് തള്ളിക്കളഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്, മോദി നല്ല മിടുക്കനായ ഒരു ബിസിനസ്സുകാരൻ ഗുജറാത്തി കമ്മ്യൂണിറ്റി ചെയ്യുക. കാരണം ഇന്ത്യയെ മുന്നോട്ട് വെച്ച് മാത്രമേ ഇത് പോകാൻ പറ്റുള്ളൂ. പെട്ടെന്ന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളെ വെറുപ്പിച്ചിട്ട് നമ്മളിത് എന്തോ ചെയ്യും? ഈ പറയുന്ന റഷ്യയുമായിട്ട് ഈ പറയുന്ന ട്രേഡൊന്നും നമുക്ക് വലുതായിട്ടൊന്നുമില്ല. ചൈന ഉദ്ദേശിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡംപിങ് സാധനമായിട്ട് ഇപ്പോൾ അവരുദ്ദേശിക്കുന്ന അമേരിക്കൻ ടാരിഫ് കയറി വന്നു കഴിഞ്ഞാൽ ചൈനയുടെ, കാരണം ഇന്ത്യ വലിയൊരു മാർക്കറ്റ് അവർക്ക് ഓപ്പൺ ചെയ്ത് കിട്ടാൻ പോവുകയാണ്. അവിടെയും ഇന്ത്യക്ക് അവിടെ അങ്ങനെ ഒരു വലിയ മാർക്കറ്റ് ചൈനയ്ക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പല സെക്ടേഴ്സും അടച്ചു പോകും. ഇത് പ്രാധാന്യമുണ്ട്. ഇവിടെ ഇതിൻ്റെ ഒരു രീതിയിലാണ് ഇന്ത്യക്ക് കൂടുതൽ താല്പര്യം യൂറോപ്പുമായിട്ടും ഓസ്ട്രേലിയയായിട്ടും ജപ്പാനുമായിട്ടും അതേപോലെ തന്നെ അമേരിക്കയായിട്ട് ട്രേഡ് കൂട്ടുക. പിന്നെ ചൈനയും അമേരിക്കയും തമ്മിൽ ട്രേഡ് ഉള്ളിടത്തോളം കാലം, ഈ ഇഷ്യൂ ഉള്ളിടത്തോളം കാലം അത് ഇന്ത്യക്ക് പോസിറ്റീവാണ്. ഉറപ്പായിട്ടും ഇത് പോസിറ്റീവാണ്. കാരണം ഇന്ത്യക്ക് പല രീതിയിലുള്ള എക്സ്പാൻഷനും പരിപാടികളൊക്കെ നടക്കും. പിന്നെ ഇന്ത്യ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്, ഒരിക്കലും അമേരിക്കൻ ട്രേഡ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകരുത്. ഇത്രയും നാളും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറിയിട്ട് ലോകത്തെ പല രാജ്യങ്ങളുമായിട്ടും ട്രേഡ് ചെയ്യാൻ തയ്യാറ്. അവിടെയൊക്കെ ചൈനീസ് മാർക്കറ്റാണെന്ന് മനസ്സിലാക്കിക്കോണം. അവിടെ പെനട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ അല്ല.
അപ്പം അമേരിക്കൻ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഒരു പ്രത്യേക നിർദ്ദേശം വെച്ചിട്ടുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ ട്രേഡിൻ്റെ റിവ്യൂ നടത്തണം. അത് ഇന്ത്യയുടെ നിർദ്ദേശം നല്ല സംഭവം. കാരണം നമുക്ക് ഇത്രമാത്രം കൂടുതൽ സബ്സിഡി കൊടുത്ത് ഈ കർഷകരുമായിട്ടും അങ്ങനെ പോകാൻ പറ്റരുത്. പക്ഷേ ഇന്ത്യൻ കർഷകരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെ ബേസിക് എക്കോണമിയുടെ ഭാഗമാണ്. കാരണം ഇത്രയും ആൾക്കാർ ജോലി ചെയ്യുന്ന ഈ ഡയറി അഗ്രികൾച്ചർ ഫീൽഡിലാണ്. അപ്പം ഇതെല്ലാം പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് വന്നിട്ടില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് പല റിപ്പോർട്ട്സുകളും ലീക്ക് ചെയ്ത് വരുന്ന ഇന്ത്യൻ ഒഫീഷ്യൽസിനെയും അമേരിക്കൻ നെഗോഷിയേറ്റേഴ്സിനെയും ഇന്ത്യയുടെ ട്രേഡ് നെഗോഷിയേറ്റേഴ്സിനെയൊക്കെ കോട്ട് ചെയ്തിട്ടാണ് ഈ സംഭവങ്ങൾ വരുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, റഷ്യ എന്നുള്ള ക്രൂഡ് വാങ്ങിയത് നിർത്തും. അല്ലാതെ വേറെ വഴിയെന്ന്. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലെ അമേരിക്കയുടെ വലിയ പ്രഷർ നമ്മുടെ മുകളിലുണ്ട്. ഇൻ്റർനാഷണൽ പ്രഷർ തന്നെയാണത്, അത് വേറെ പ്രഷറൊന്നുമല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ക്രൂഡിൻ്റെ വില കുറഞ്ഞു. ഇവിടുന്ന് മാറിക്കഴിയുമ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, മിഡിൽ ഈസ്റ്റിലും അതേപോലെ പുതിയ സെക്ടേഴ്സിലോട്ട് ക്രൂഡും എനർജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സ്പാൻഷൻ നടത്തുകയാണ്. പല അമേരിക്കൻ കമ്പനികളും നമുക്ക് ഡിസ്കൗണ്ട് ഇപ്പം തരുന്നില്ല, പക്ഷേ ഡിസ്കൗണ്ട് വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് കൃത്യമായിട്ട് പറയാം, നമ്മൾ ആ രീതിയിൽ ഈ പറയുന്ന രീതിയിൽ ഗോദി മീഡിയയും ചില യൂട്യൂബേഴ്സും പറയുന്ന തള്ളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഒത്തിരി പരിമിതികളുണ്ട്. കാരണം നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ, നമ്മുടെ ഇത്രയും കുട്ടികളവിടെ പഠിക്കാൻ പോകുന്നു, ഇത്രമാത്രം ഇന്ത്യക്കാരവിടെ ജോലി ചെയ്യാൻ പോകുന്നു, അമേരിക്കൻ കമ്പനികൾ ഇത്രമാത്രം ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ ജോലി തരുന്നു. ഇതിനെ പെട്ടെന്ന് കട്ട് ഓഫ് ചെയ്ത് ചില ആൾക്കാർ വിഡ്ഢികളിരുന്ന് ഈ നാഷണൽ ചാനലിരുന്ന് പറയുന്ന ഹൈപ്പർ നാഷണലിസം ഒന്നും അല്ല ഇത്. ഇന്ത്യയുടെ സ്റ്റെബിലിറ്റിയും സസ്റ്റൈനബിലിറ്റിയൊക്കെ ഭയങ്കരമായിട്ട് ഇത് ബാധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ട്രേഡ് ഇഷ്യൂ ഇന്ത്യയും, അതായത് പ്യൂണിറ്റീവ് ടാരിഫ് ആണെങ്കിൽ റഷ്യൻ ഇഷ്യൂ അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു തലത്തിലെത്തണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഗ്രോത്ത് നമുക്ക് എവിടെയും കാണിക്കാൻ ഉണ്ടാകത്തില്ല. കാരണം ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഭയങ്കര ശക്തമായിട്ട് മാറും. അത് ഗവൺമെൻറ്റിന്, സെൻട്രൽ ഗവൺമെൻറ്റിന് ശരിക്കും ബാധിക്കും. മൾട്ടിപ്പിളായിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഫൈനലി നിങ്ങൾ ഇനിയും തീരുമാനിക്കുക ആരാണ് മുട്ടുമടക്കിയത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ. കാരണം ആദ്യത്തിന് ഒത്തിരിയധികം പുറകിലോട്ടങ്ങ് പോയി. അപ്പം നേരത്തെ 6ാമത്തെ റൗണ്ട് ഡിസ്കഷനാണ് ഇപ്പം നടക്കുന്നത്. ഇനി 7ാമത്തെ റൗണ്ട് ഇത് കംപ്ലീറ്റ് സൈൻ ചെയ്യുമെന്നാണ്. ഇതാണ് ഇപ്പോഴത്തെ സംഭവം. അതായത് ട്രംപിൻ്റെ ചില പിടിവാശികളുണ്ട്. അയാൾ മോദിയുമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമാണ് ഇത്രയും പ്രശ്നമായത്. അല്ലെങ്കിൽ ഈ പ്യൂണിറ്റീവ് ടാരിഫ് ഒന്നും ഇന്ത്യക്ക് മേളിൽ കയറി വരത്തില്ലായിരുന്നു. അപ്പോൾ അവസാനം ഉണ്ടായ അൾട്ടിമേറ്റ്ലി ആരാണ് ലൂസർ? അമേരിക്കയ്ക്കൊന്നും ഒന്ന് തൊടാൻ പറ്റത്തില്ല. നമ്മൾ ഈ പറയുന്ന ഇന്ത്യക്ക് അമേരിക്ക ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. ഇത് തെറ്റായ വിഡ്ഢിത്തരം വിളിച്ച് പറയുന്നത്. കാരണം അവൻ സൈസ് ഓഫ് എക്കോണമി നോക്കുക. ഇന്ത്യക്ക് ചൈനയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ സൈസ് ഓഫ് എക്കോണമി നോക്കുക. നമ്മുടെ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എക്കോണമി 4 ട്രില്യനേ ഉള്ളൂ. ഇതാണ് എൻ്റെ കാര്യം. അമേരിക്കയുടെ ഒരു സ്റ്റേറ്റായ കാലിഫോർണിയയിൽ അവരുടെ എക്കോണമി GDP എന്ന് പറയുന്നത് എക്കോണമി എന്ന് പറയുന്നത് 3.5 ട്രില്യനാണ്. 5 കോടി ആൾക്കാർ, ഇവിടെ 140 കോടി ജനങ്ങൾക്ക് ആകെ ഉള്ളത് 4 ട്രില്യൺ എക്കോണമി. അതാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ത്യയുടെ ഇവിടുത്തെ അമേരിക്കയുള്ള പ്രോഡക്റ്റ് 1.3% ഉള്ളൂ. ഇവിടെ ചൈനീസ് പ്രോഡക്റ്റ് അവിടെ അമേരിക്ക പോയി എല്ലായിടത്തും ഇത് കാണാൻ സാധിക്കും. ഞാനൊരു ഇന്ത്യക്കാരന് എനിക്ക് താല്പര്യം ഇന്ത്യൻ പ്രോഡക്റ്റ് ലോകത്തെല്ലായിടത്തും അമേരിക്കയിൽ ആൾക്കാർ വാങ്ങണം. ആ രീതിയിലാണ് ഇന്ത്യ വളരേണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യ അമേരിക്കയും ടൈപ്പായി കഴിഞ്ഞാൽ ഒരു 500 ബില്യൻ്റെ ട്രേഡ് നടത്തി കഴിഞ്ഞ് ഇന്ത്യ വൻ രീതിയിലാണ് കുതിക്കുന്നത്. അല്ലെങ്കിൽ താപ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഏതായാലും ഇതറിഞ്ഞ് മോദി ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷനും വളരെ പോസിറ്റീവായിട്ടുള്ള എടുത്ത തീരുമാനത്തിന് എല്ലാ രീതിയിലുള്ള അഭിനന്ദനങ്ങൾ.